ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം നമ്മളിന്ന് ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിതാ നല്ല വലിയൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഒരു 15 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 2 കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊക്കെ പറയില്ലേ, കേശവർദ്ധിനി എന്ന് പറയില്ലേ, അതിൻ്റെ കുറച്ച് ഇലകൾ. കേശവർദ്ധിനി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് കാണിച്ചിടാം. എന്താ ഇതേപോലൊരു വയലറ്റ് പൂവുണ്ടാവും. ഇതാണ് കേശവർദ്ധിനി എന്ന് പറയുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറയില്ലേ, ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പാർക്കിൽ നിന്ന് പറിച്ചതുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില. ഇത്രയും വെച്ചിട്ടാണ് ഞാനന്ന് എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ. നമ്മുടെ നെല്ലിക്കയും പിന്നെ കറ്റാർവാഴയും കറിവേപ്പിലയും എല്ലാം പാടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ നീലമരി ഉണ്ടല്ലോ, നീലമരിയുടെ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഞാനിത് സ്റ്റൗ ഓൺ ആക്കുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിലാട്ടോ വെക്കുന്നത്. അപ്പം അത് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓയിൽ മേക്കിങ്ങിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ചെറിയുള്ളി ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ചൂടായിട്ട് പിന്നെ ശരിക്കൊന്ന് പാകമായി വരണമെങ്കിൽ ഒരു 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അടിയിൽ പെട്ടെന്ന് പിടിക്കും. അപ്പം അങ്ങനെ ചട്ടി ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അതാ നന്നായിട്ട് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇട്ടിരിക്കുന്നതുണ്ടല്ലോ, ഇത് ഒരു മണൽ പരുവത്തിൻ്റെ ഒരു ഇതാവണം കേട്ടോ. അതിൽ ആ മണൽ പരുവം ആവുന്നതിൻ്റെ കുറച്ചൊരു മുന്നേ എടുത്ത് കളയണം. അപ്പം അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ കാച്ചി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ എണ്ണയിൽ ഞാൻ കേശവർദ്ധിനി നീലമരിയും കൂടെ
ചേർത്തതുകൊണ്ട് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക, നല്ല കറുപ്പുണ്ടാവും മുടിക്ക്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും.